ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഉണർന്നിട്ടുണ്ട്, ഏകദേശം 5:30 ആയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിപ്പോയി ഒന്ന് നോക്കുമ്പം വെളുമ്പൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വെളുമ്പന് ഞാൻ രാവിലെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുത്തിട്ട് വന്നിട്ടിരുന്ന് അസൈൻമെൻറ്റ് എഴുതുകയാണ് കേട്ടോ. ഈ മാസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മാസം അവസാനം എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന്. ആദ്യം അസൈൻമെൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് 5 ക്വസ്റ്റ്യൻ അല്ല ഉള്ളൂ, അത് സിമ്പിളായിട്ടിരുന്ന് എഴുതാൻ പറ്റുമെന്ന്. പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് എഴുതാൻ കിടപ്പുണ്ടെന്ന്. അപ്പം ഞാൻ ചത്ത് കിടന്നിരുന്ന് എഴുതുവാണ്. ഒരു മിനിറ്റ് പോലും സമയം കളയാതെ കിട്ടുന്ന സമയമെല്ലാം ഇരുന്ന് എഴുതുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, കുറേ നേരം ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പം നമ്മുടെ കൈ കഴയ്ക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ വെള്ളം എടുത്ത് കുടിക്കും, പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു ടെൻഷൻ വരും, അയ്യോ ഇതിനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, തീർക്കാൻ പറ്റുമോ. അന്നേരം ഞാനിങ്ങനെ നോക്കും ഓരോ അസൈൻമെൻറ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും, വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇരുന്ന് എഴുതാൻ തുടങ്ങും. അത് കഴിഞ്ഞപ്പം ഈ പേപ്പറൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ നമ്പർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എഴുതാനുള്ള പേപ്പർ വേറൊരു സൈഡിൽ, എഴുതിയ പേപ്പർ മറ്റൊരു സൈഡിൽ, ഇങ്ങനെയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, അസൈൻമെൻറ്റിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള. അത് ഞാൻ നോക്കുക ഇനി എത്ര ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടെന്ന്. ഒരു അസൈൻമെൻറ്റിന്, അതായത് ഒരു പേപ്പർ ഫുള്ള് ഞാൻ എന്താ പറയുക എഴുതി തീർത്ത്, ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് 2 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തീർത്ത്. ഒരുപാടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഇന്നത്തെ ദിവസം അത് ഫുള്ള് കംപ്ലീറ്റ് എഴുതി ഫുള്ള് തീർക്കാൻ ഒക്കത്തില്ല, കുറച്ച് അത് ഇന്ന് കുറച്ച് നാളെ കുറച്ച് അങ്ങനെ ഇരുന്ന് എഴുതിയാണ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഈ ബോർഡർ ലൈൻ ഇടാനായിട്ട് ഭയങ്കര എന്താ പാടാ എന്ന് വെച്ചാൽ വളഞ്ഞ് തിരിഞ്ഞ് പോവുമോ. കാരണം ഇത് മെറ്റലിൻ്റെ സ്കെയിലായിട്ട് വാങ്ങിയിട്ട് വന്നേ. അപ്പോൾ എന്താ പറയുക, മെറ്റലിൻ്റെ സ്കെയിൽ വെച്ച് എന്താ വരയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്താ ഞാൻ ഇത് എന്താ ഡോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പിങ്ക് കളർ പേനയും ഗ്രീൻ കളർ പേനയും വാങ്ങിയിട്ട് വരണേന്ന്. ഏട്ടൻ പോയിട്ട് ഗ്രീൻ കളറും ബ്ലാക്കും വാങ്ങിയിട്ട് വന്നു കേട്ടോ. ബോർഡർ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു, രണ്ടും കൂടെ നമുക്ക് മാറ്റി മാറ്റി ബോർഡർ ഇടാമല്ലോ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ ഏട്ടൻ പിങ്കിന് പകരം ബ്ലാക്കാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഈ ബ്ലാക്ക് വാങ്ങിയിട്ട് വന്നേന്ന്. അന്നേരം പറഞ്ഞു പിങ്ക് ഇല്ലാന്ന്. ബ്ലാക്ക് വാങ്ങണ്ടായിരുന്നു, പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയല്ലോ ആ പേന. പിന്നുണ്ടല്ലോ, എന്താ ഇന്നൊന്ന് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. ചുമ്മാ ഇരുന്നപ്പം എന്താ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് ഭയങ്കര ബോറടിയാണ്. ഇത് എഴുതി കഴിയുമ്പം പിന്നെ ഒന്നുമില്ല, പിന്നെ അങ്ങ് തണുപ്പും കാര്യങ്ങളൊക്കെ ആവും. ഇന്നൊരു ദിവസം അമ്മ വീഡിയോ കോളിൽ വിളിച്ചപ്പോഴുണ്ടല്ലോ, എൻ്റെ അസൈൻമെൻറ്റ് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന അസൈൻമെൻറ്റ് എഴുതുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് കാരണം എനിക്ക് കിടുങ്ങൽ വരുമ്പോൾ എഴുതുന്നത് വളഞ്ഞും തിരിഞ്ഞും പോകുന്നതാ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ നല്ല ലെവലിനാണ് എഴുതുന്നത്, വൃത്തിയിലൊക്കെ എഴുതുന്നത്. 30 മാർക്കിൻ്റെ കാര്യമല്ലേ, അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് പോലും കളയാതെ എല്ലാം കറക്റ്റാണ് എഴുതുന്നത്. ഇത്ര മാർക്കിന് ഇത്രയും വേണം, ആ ഒരു രീതിയിൽ എല്ലാം എഴുതുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരു ശകലം ഞാൻ കുടിക്കാറില്ല. അപ്പം വെള്ളം കുടിക്കുന്നുണ്ട്, നിറയെ വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത, ശരീരത്തിനൊരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ആവും. അതുകൊണ്ട് നിറയെ വെള്ളം കുടിക്കണം. തണുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കത്തില്ല. ഇങ്ങനെ ഇപ്പം പുറത്ത് നടക്കാൻ പോയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേനും നിറയെ വെള്ളം കുടിക്കും. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇരിക്കുവാണെങ്കിൽ ഒരു തുള്ളി പോലും ഞാൻ കുടിക്കത്തില്ല വെള്ളം. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറുക്കുറെ തിന്നാൻ അതിയായ മോഹം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ ക്യാൻറ്റീനിലോട്ട് പയ്യെ നടന്നു പോവുകയാണ് കേട്ടോ. പിന്നെ ക്യാൻറ്റീൻ്റെ ആ ഭാഗവും അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. പിന്നെ ഞാൻ കുറുക്കുറെ വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ എന്താ നമ്മുടെ വെളുമ്പൻ വാലാട്ടിക്കൊണ്ടിരിക്കുന്നു. അവന് വിശക്കുന്നു, ഫുഡ് വേണം എന്നുള്ള ആ ഒരു രീതിക്ക് അവൻ വാലാട്ടുന്നേ. പിന്നെ അവിടെ ഒരാളെ കണ്ടപ്പം അവൻ അങ്ങോട്ട് വാലും ആട്ടിക്കൊണ്ട് ചെല്ലിയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് പിന്നെ തിരിച്ച് എൻ്റെ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് അവൻ പഴയ പൊസിഷനിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ വന്നിട്ട് നിൽക്കും. എന്നിട്ട് ഇവിടുന്ന് മേളിലോട്ട് നോക്കുമ്പം എന്നെ കാണാം. അവിടുന്ന് ഞാൻ ഫുഡ് താഴോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ.
അങ്ങനെയാണ് രാവിലെ എവിടെയോ പോയി ചെളിയിൽ എവിടെയോ പോയി ഉരുണ്ടിട്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരുത്തിയ നല്ല വെളുത്ത പട്ടിയായിരുന്നേ. അവൻ ചെളിയിലൊക്കെ ചാടി വൃത്തികേടാക്കിയിട്ട് വന്നിരിപ്പുണ്ട്. പിന്നെ ഇനിയും കയറിപ്പോയിട്ട് ഇനിയും എന്തെങ്കിലും ഞങ്ങൾ അയച്ച ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ബാക്കി വരുവാണെങ്കിൽ ഞാൻ മാറ്റി വെച്ചേക്കും കേട്ടോ, ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കളയത്തൊന്നുമില്ല, ഇവർക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിന് ബിരിയാണി ആക്കാമെന്ന് വെച്ചു. ഫിഷ് ബിരിയാണിയാണേ. അപ്പോൾ ഏട്ടൻ മീൻ വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ 5-6 മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ചില സമയത്തൊക്കെ ഏട്ടനെ പറ്റിക്കും. ഇങ്ങനെ ബിരിയാണിയൊക്കെ വെറും ഉടായിപ്പ് ബിരിയാണിയാണ് വെക്കുന്നത്. ചില സമയത്ത് ഈ ബിരിയാണിയൊക്കെ വെക്കാൻ ഭയങ്കര എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കറിയോ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇതുപോലെ ബിരിയാണി ആക്കിയിട്ട് അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഒരു അച്ചാറും കൊടുത്താൽ മതി. എനിക്ക് പാടൊന്നുമില്ല. ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതുന്നതുകൊണ്ട് പിന്നെ കുക്കിങ്ങും കട്ടിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, ബിരിയാണി ആക്കും. അതാവുമ്പോൾ സിമ്പിളാണ്. 1 മണിക്കൂറിനുള്ളിൽ കാര്യം കഴിയും. അത്രയും എടുക്കത്തില്ല. കുക്കറിലോട്ട് തട്ടിയിട്ടിട്ട് അങ്ങ് ആക്കിയാൽ മതിയല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മീൻ കൊണ്ടുവന്നപ്പം ഒരു 5-6 മീൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മീൻ വറക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഞാൻ നൈറ്റ് കിടക്കാൻ നേരത്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ഷോർട്സിൽ ഒരു ചേച്ചിയാണെങ്കിൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നു. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് അന്നേരം ഈ മീൻ ഇരിക്കുന്ന കാര്യം അന്നേരം രാത്രിയിലാണ് എനിക്ക് ഓർമ്മ വന്നത്. പിറ്റേന്ന് ഇത് തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ചേച്ചി ആ വീഡിയോയിൽ ചെയ്തേക്കുന്ന പോലെയാണ് ഞാനും ഇതിൽ ചെയ്തേക്കുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ അടുത്തില്ലായിരുന്നു. അതായത് പുതിനയില, മല്ലിയില, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ എന്താണെന്നറിയോ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നെങ്കിലും എന്തോ സക്സസ്ഫുൾ ആവും, പാളിപ്പോത്തില്ല, സക്സസ്ഫുൾ ആവും. പിന്നെ അത് കഴിക്കുകയും ചെയ്യും, വേസ്റ്റ് ഒന്നും ആക്കത്തില്ല കേട്ടോ. പിന്നെ ഫിഷ് ബിരിയാണിക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മസാല തയ്യാറാക്കണം. ആദ്യം ഞാൻ ഫിഷ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് മീനിൽ പുരട്ടി 1 മണിക്കൂർ മാറ്റി വെച്ചു. അതായത് അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതി അതങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം സവാള എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് വെള്ള സവാളയാണ് കേട്ടോ. ഇവിടെ കിടന്നപ്പോൾ ഞാൻ അതങ്ങ് എടുത്തു. വെള്ള സവാളയും മറ്റേ സാധാ നോർമൽ പോലത്തുള്ള സവാളയും അതെടുത്തു. അത് കഴിഞ്ഞ് തക്കാളിപ്പഴം അരിയുന്നുണ്ട്. ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ആ മീൻ വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഈ എന്താ പറയുക, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എന്താ പറയുക മൂപ്പിച്ച് വയറ്റിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പൊടികളും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ മീൻ എല്ലാം പാകമായിട്ടുണ്ട്. അപ്പം ഞാനിത് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോഴേ എനിക്ക് നല്ല മണം വന്നു തുടങ്ങി കേട്ടോ മീനിൻ്റെ. അതിലവർ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മീൻ നല്ല കട്ടിയുള്ള മീൻ എടുക്കണം. ചൂര അങ്ങനത്തുള്ള മീനുണ്ടല്ലോ, അങ്ങനത്തുള്ള നെയ്മീൻ, അങ്ങനത്തുള്ളൊക്കെ മീൻ ഫിഷ് ബിരിയാണിക്ക് എടുക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മീൻ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുക. അപ്പോൾ ഈ മീൻ മാത്രം ഒന്ന് കരിഞ്ഞില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്, ഒന്ന് കരിയട്ടെ എന്ന് കരുതിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ കുക്കറിൽ എന്താ പറയുക വെള്ളം വെക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് വയണയില ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ വയണയില എന്ന് പറയും, ചിലവർ കറുവപ്പട്ടയുടെ ഇല എന്നൊക്കെ പറയും. അത് പച്ചയോടെ ഇടുന്നവരുണ്ട്, ഉണങ്ങിയ ഇല ഇടുന്നവരുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മാർക്കറ്റിൽ ഇത് 10 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. അതിലിഷ്ടം പോലെ നിറച്ചു ഇല ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടാനും ഈ ഇല നല്ല സൂപ്പറാണ്. അപ്പം വെള്ളം തിളപ്പിക്കുമ്പം അതിൻ്റെ കൂടെ ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് എന്താ പറയുക എണ്ണയും കൂടെ ചേർത്തിട്ട് എന്താ പറയുക തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് അരി കഴുകിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഞാനും മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ മണമൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നറിയാനായിട്ട്. പിന്നെ ഞാൻ ഉപ്പിട്ട് കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചില സമയം ഉപ്പിട്ടാൽ കുറഞ്ഞു പോകും, കൂടിപ്പോവും. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ പാകത്തിനാണ് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഒട്ടും കൊള്ളത്തില്ല, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടും രുചിയും കിട്ടത്തില്ല. പിന്നെ ഞാനുണ്ടല്ലോ ആ മീൻ വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഞാൻ സവാള വഴറ്റുന്നുണ്ട്. സവാള ആദ്യം വഴറ്റും, എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് സവാള വഴറ്റിയെടുക്കും. പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ചട്ടി ഉണ്ടല്ലോ, അത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ തുരുമ്പൊക്കെ ചവയ്ക്കുന്നുണ്ട്, അത് അങ്ങനെ കറി വെക്കാൻ കൊള്ളത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഇരുമ്പിൻ്റെ ചട്ടി ഒരു മയപ്പെടുത്തിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എണ്ണയൊക്കെ തടവി കൊടുത്ത് കഞ്ഞിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ദിവസം വെച്ചിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മയപ്പെടുത്തിയിട്ട് ഈ ഒരു ചട്ടി ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. തുരുമ്പോ കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ ഇരുന്നാൽ തുരുമ്പടിച്ച് ഇങ്ങനെ പന്നലാവും ഈ ചട്ടി. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴുകി മാറ്റി വെച്ച അരിയുണ്ട്. അപ്പോൾ ആ അരി കുക്കറിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് വെന്തോട്ടെ, അതിന് വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് വഴറ്റി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കണം ഉപ്പ് കറക്റ്റാണോ, പരുവത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. എന്തായാലും എൻ്റെ ഉപ്പിട്ടത് കറക്റ്റ് പരുവത്തിനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉപ്പിടേണ്ട ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനുണ്ടല്ലോ ഇതിനെ ഒരു ഡ്രൈ പരുവത്തിൽ ഞാൻ വറ്റിച്ചെടുത്തിട്ട് പിന്നെ വറുത്ത ആ മീനുണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ വെന്ത് വന്ന ചോറിലേക്ക് നമ്മുടെ ഈ മസാലക്കൂട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഞാൻ മീൻ മാറ്റി വെച്ചിട്ടാണ് ആ ഗ്രേവി മാത്രം ഇട്ടിട്ടാണ് ഒന്ന് ഇളക്കിയെടുത്തത്. എന്നിട്ട് മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ചിലപ്പം പൊടിഞ്ഞു പോയാലോ എന്ന് കരുതിയിട്ട് മുഴുവനെ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം ചടുപടിയെന്നായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം സെയിം പരിപാടി പോലെ വിളക്ക് കത്തിക്കുക ഇതെല്ലാം തന്നെ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും അസൈൻമെൻറ്റ് എഴുതാൻ വന്നിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.